എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പരദൂഷണം എന്നുള്ള ഒരു വലിയ ദുശ്ശീലത്തെക്കുറിച്ചാണ്. ഇതിന് വളരെയേറെ ദൂരവ്യാപകമായിട്ടുള്ള വിപത്തുകളുണ്ട്. പ്രത്യേകിച്ചും മലയാളി കുടുംബങ്ങളിൽ വളരെയധികം നാശം വിതയ്ക്കുന്നതും വിതച്ചിട്ടുള്ളതുമായിട്ടുള്ള ഇനിയും വിതയ്ക്കാനിരിക്കുന്ന ഒരു വലിയ വിപത്താണ് പരദൂഷണം അഥവാ ഗോസിപ്പ്. അങ്ങനെ വരുമ്പോൾ ലോകത്തെമ്പാടും പലതരം ഗവേഷണങ്ങൾ ഇതിനെക്കുറിച്ച് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 65% നമ്മുടെ ഒരു ദിവസത്തെ സംസാരം തന്നെ മറ്റുള്ളവരെക്കുറിച്ചാണ് എന്നാണ് പൊതുവേ വിലയിരുത്തുന്നത്. അത് അത്ര കൃത്യമല്ല, കാരണം ഓരോ വ്യക്തിയെ അനുസരിച്ച് അത് വ്യത്യാസപ്പെട്ടിരിക്കും. എങ്കിലും ശരാശരി 65%-ഓളം മറ്റുള്ളവരെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. ഇതിൽ തന്നെ ഏകദേശം 20% വരെ പരദൂഷണത്തിനായിട്ട് മനുഷ്യർ ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മുടെ സംസാരത്തെ നാം ദുരുപയോഗപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്താണ് ഒരാൾ പരദൂഷണം പറയുമ്പോൾ അയാൾക്ക് കിട്ടുക? എന്തെങ്കിലും പ്രയോജനമില്ലാതെ ആരും ഇങ്ങനെ ചെയ്യത്തില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഗവേഷണങ്ങൾ പറയുന്നത് പരദൂഷണം പറയുന്ന ആളിന് ഒരു മനസ്സുഖം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത്. കാരണം അവരുടെ മനസ്സിൻ്റെ അടിത്തട്ടിലുള്ള അമർഷവും അതുപോലെ അവർക്കുള്ള പോരായ്മകളും തെറ്റുകളും അതൊക്കെ നികത്താൻ വേണ്ടി മറ്റുള്ള ആൾക്കാരും ചീത്തയാണെന്ന് വരുത്തി തീർക്കുക. അപ്പോൾ അതിൽ നിന്നും അവർക്കൊരു മനസ്സുഖം കിട്ടും. മറ്റുള്ളവരുടെ കുടുംബങ്ങളിൽ ഒരുപാട് നാശം വിതയ്ക്കാൻ ശേഷിയുള്ള ഒരു അന്തക വിത്ത് തന്നെയാണ് ഈ പരദൂഷണം എന്ന് പറയുന്നത്. കാരണം പരദൂഷണത്തിന് ഇരയാകുന്ന ആൾക്കാർ സത്യത്തിൽ ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ളതോ അല്ലാത്ത കാര്യങ്ങൾ കൃത്രിമമായിട്ട് ആരെങ്കിലുമൊക്കെ സൃഷ്ടിച്ച് അത് പല ചെവികളും പല നാവുകളും മറിഞ്ഞ് പോകുമ്പോൾ അവസാനം ആ കാര്യം തിരിച്ചറിയുമ്പോൾ അത് ഏറെ ഇവർ വൈകിയായിരിക്കും അറിയുക. അപ്പോൾ തന്നെ അതിൻ്റെ ഗൗരവം വളരെ ഗുരുതരമായിരിക്കും. അങ്ങനെ ഒരുപാട് പേർ മാനസിക പ്രശ്നം അനുഭവിച്ചവരുണ്ട്, ആത്മഹത്യ ചെയ്തവരുണ്ട്, അതുപോലെ കുടുംബ ബന്ധങ്ങൾ വേർപെടുത്തിയവരുണ്ട്. അങ്ങനെ പലതരം വ്യാപകമായിട്ടുള്ള വിപത്തിന് കാരണമാകുന്ന ഒരു കാര്യമാണ് ഈ ഗോസിപ്പ്. ഈ പരദൂഷണത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നം അത് കേട്ട് രസിക്കുന്നവർക്കും അതിൻ്റെ ശിക്ഷ കിട്ടുന്നുണ്ട്. കാരണം പരദൂഷണം പറയാൻ വരുന്ന ആൾ നല്ലതുപോലെ ഉല്ലസിച്ച് വളരെ സൗഹൃദപരമായിട്ട് കാര്യങ്ങൾ നന്നായിട്ട് അവതരിപ്പിച്ചിട്ട് അവർ പോകും. പക്ഷേ അവർ ആ പോകുന്ന വഴിക്ക് ഈ കൂട്ടത്തിലുള്ള ഈ ഗാങ്ങിലുള്ള ആൾക്കാരെക്കുറിച്ച് മോശമായിട്ട് വേറെ സർക്കിളിൽ ചെന്ന് പറയും, വേറെ ആൾക്കാരോട് ചെന്ന് പറയും. മാത്രമല്ല അവർക്ക് പറയാനുള്ള കാര്യം കൂടി ഈ വന്ന് സംസാരിച്ച ആ ഗ്രൂപ്പിലെ ആൾക്കാർ പറഞ്ഞെന്ന് പറഞ്ഞ് അവരുടെ മനസ്സിലെ ചില സംഗതികളും കൂടെ കൂട്ടിയിട്ട് അതിന് എരിവും പുളിയും മസാലയും എല്ലാം ചേർത്ത് വലിയ ഒരു പ്രശ്നമാക്കും. അപ്പോൾ ആൾക്കാർ നോക്കുമ്പോഴേക്കും ശരിയാണ്, കാരണം നിങ്ങൾ ആ സർക്കിളിൽ ഉണ്ടായിരുന്ന ആളാണ്, അപ്പോൾ ഇവൻ പറയുന്നത് സത്യമായിരിക്കും എന്ന് അവർ വിചാരിക്കുകയും ചെയ്യും. അതുപോലെ കുടുംബ ബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും എല്ലാം, അതുപോലെ ജോലി സ്ഥലങ്ങളിലും എല്ലാം വളരെയധികം പ്രശ്നമുണ്ടാക്കാൻ തക്കതായ ഉഗ്രശേഷിയുള്ള ഒരു കാര്യമാണ് ഈ പരദൂഷണം അഥവാ ഗോസിപ്പ്. അപ്പോൾ കഴിയുന്നതും നാം അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. അങ്ങനെയുള്ളവരെ കാണുമ്പോൾ നാം അകലം പാലിക്കണം. മറ്റൊരു പ്രധാന കാര്യമുള്ളത്, പരദൂഷണം പറയുന്നവരിൽ ഏറെയും അമിത സംഭാഷണം നടത്തുന്നവരാണ്. അതായത് അമിതമായിട്ട് സംസാരിക്കുന്നവരുടെ ഒരു ദുശീലം കൂടിയാണ് ഈ പരദൂഷണം. അങ്ങനെ അമിത സംഭാഷണം ആപത്താണ് എന്നുള്ള ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വളരെ പ്രാധാന്യമുള്ളൊരു വീഡിയോയാണ് അത്. ഈ വീഡിയോയുടെ അവസാനം അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ അത് നിങ്ങൾ ഫോളോ ചെയ്യണം. ഒരു പരദൂഷണക്കാരനായ സുഹൃത്ത് വന്ന് നിങ്ങളുടെ സൗഹൃദ സംഭാഷണങ്ങളിൽ വന്ന് ഈ പരദൂഷണങ്ങൾ വിളമ്പിയെങ്കിൽ അയാളുടെ അടുത്ത ഇര നിങ്ങളായേക്കാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ദൂഷ്യം. കാരണം അയാൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞ് കൂടുതൽ എരിവും പുളിയും ചേർത്ത് മറ്റുള്ളവരുടെ അടുത്ത് പോയി പരദൂഷണം പറയും. അപ്പോഴേക്കും നിങ്ങളും ആ ചെല്ലുന്ന ആ വ്യക്തികളുമായിട്ട് വഴക്കിടാനും പ്രശ്നങ്ങൾ വരാനും ഒക്കെ അവിടെ ഇടയാകും. അപ്പോൾ നാം ഓർക്കേണ്ടത്, പരദൂഷണം പല കുടുംബജീവിതങ്ങളും തകർത്ത വില്ലനാണ്. സുഹൃത്ത് ബന്ധങ്ങളും അതുപോലെ ജോലി സ്ഥലങ്ങളിലും ഒക്കെ വില്ലനായിട്ട് അവതരിച്ച ഒരു പ്രധാന കാര്യമാണ് പരദൂഷണം അഥവാ ഗോസിപ്പ്. അപ്പോൾ ഏഷണി, പരദൂഷണം, അതുപോലെ ഈ അസൂയ പിടിച്ച സംഭാഷണങ്ങൾ, ഇതെല്ലാം നെഗറ്റീവ് എനർജിയുടെ, നെഗറ്റീവ് മൈൻഡിൻ്റെ
പലവിധ ഭാവങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് എല്ലാവരും ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടി പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കണം.